എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മൾ എന്നും പതിവായിട്ട് സഹസ്രനാമം ജപിക്കുന്നവരുണ്ട്. സഹസ്രനാമം തന്നെ പലതുണ്ട് അല്ലേ? ഏറ്റവും നമുക്ക് അറിയപ്പെടുന്ന സഹസ്രനാമം ഒന്ന് വിഷ്ണു സഹസ്രനാമമാണ്. പിന്നെ ഒന്ന് ലളിതാ സഹസ്രനാമം. എന്താണ് വിഷ്ണു സഹസ്രനാമത്തിന്റെ പ്രത്യേകത? എന്താണ് ലളിതാ സഹസ്രനാമത്തിന്റെ പ്രത്യേകത? വിഷ്ണു സഹസ്രനാമം അതിന്റെ പശ്ചാത്തലം ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഭീഷ്മ പിതാമഹൻ തന്റെ ശരശയ്യയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സഹസ്രനാമമാണ് വിഷ്ണു സഹസ്രനാമം. യുധിഷ്ഠിര മഹാരാജാവിന് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള കുരുക്ഷേത്ര യുദ്ധം ചെയ്തതോടുകൂടി തളർന്നുപോയ ആ മനസ്സിനെ വിവിധ ധർമ്മങ്ങൾ പറഞ്ഞു കൊടുത്ത് സമാധാനിപ്പിക്കുന്നതിനിടയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു സഹസ്രനാമമാണ് ഈ വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമം നിത്യം നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ മനസ്സമാധാനം നമുക്ക് കിട്ടും. അതുമാത്രമല്ല, ഭഗവാന്റെ അനുഗ്രഹവും നമുക്ക് കിട്ടും. എന്നാൽ ലളിതാ സഹസ്രനാമമോ, നമ്മൾ അമ്മയുടെ സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ, ഇപ്പൊ വിഷ്ണു സഹസ്രനാമം ഭഗവാന്റെ അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ, നമുക്ക് ഈ ഭൗതികമായ ആഗ്രഹങ്ങളുള്ളവരാണ് എല്ലാവരും അല്ലേ? നമുക്ക് ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തില് അത്രയും കാലം നമുക്ക് വേണ്ട സുഖങ്ങളെല്ലാം അനുഭവിക്കുകയും അതോടൊപ്പം ആ ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേരുകയും എന്നുള്ള ഒരു ആഗ്രഹമാണ് എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാവുക. ഈ അമ്മയുടെ സഹസ്രനാമം ജപിച്ചാൽ ഗുണം എന്താന്ന് വെച്ചാല് നമുക്ക് ഭൗതികവും നേടാം, ആത്മീയതയും നേടാൻ സാധിക്കും. നമുക്ക് എന്താണോ ആഗ്രഹം അതിനെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ നമുക്ക് അത് നേടാൻ സാധിക്കും. അതിൽ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഈ ഭാഗവതം നേടിയത് തന്നെയാണ്. ഞാനിങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണ് എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു 15 വർഷം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു, ലളിതാ സഹസ്രനാമം ദിവസേന ജപിച്ചോളൂ, വേണ്ടതെല്ലാം അമ്മ തരുമെന്ന് പറഞ്ഞപ്പോ എൻ്റെ മനസ്സിലപ്പോ കുറെ ആഗ്രഹങ്ങളുണ്ട് അല്ലേ? നമ്മളെല്ലാവരും ഒരു ആഗ്രഹം കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹത്തിന് ഒരു പഞ്ഞമില്ലാത്ത ആൾക്കാരാണ്. ഒന്ന് നേടിക്കഴിഞ്ഞാൽ അതിന് ചേർന്ന് തന്നെ അടുത്തത് റെഡിയാണ് നേടാൻ ആഗ്രഹത്തോടു കൂടിയുള്ളത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ എന്താണ് ആഗ്രഹിക്കേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ സങ്കല്പിച്ചു, എനിക്ക് എന്താണോ വേണ്ടത് എനിക്ക് അത് തന്ന് അനുഗ്രഹിക്കണേ ഭഗവതിയെ എന്ന് പറഞ്ഞ് ഞാനൊരു 6 മാസം ഭഗവതിയെ ഉപാസിക്കാനായിട്ട് ലളിതാ സഹസ്രനാമം ജപിക്കാൻ തുടങ്ങി. ലളിതാ സഹസ്രനാമം ജപിക്കണം എന്തിനാന്ന് പറഞ്ഞല്ലോ, ഒന്നുമില്ല, എന്താണോ എനിക്ക് വേണ്ടത് അത് തന്ന് അനുഗ്രഹിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ജപിക്കും, ഡെയിലി അമ്പലത്തിൽ പോയി തൊഴും. അങ്ങനെ ഒരു 6 മാസക്കാലം കഴിഞ്ഞപ്പോഴാണ് ചക്കംകുളങ്ങര അമ്പലം, ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രമാണ്, അവിടെ വെച്ച് ഒരു ഭക്തയെ പരിചയപ്പെട്ടു. അപ്പൊ അവരെന്നോട് ചോദിച്ചു, അവരിങ്ങനെ ഭാഗവത കഥകൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് ഞാൻ ചോദിച്ചു, ഈ കഥകളൊക്കെ എങ്ങനെയാ നിങ്ങൾക്ക് എവിടെന്നാ കേൾക്കാൻ സാധിക്കുക? എനിക്ക് എങ്ങും പോയിട്ടൊന്നും ശീലമില്ല. അപ്പൊ അവര് പറഞ്ഞു, വരുന്നോ ഞങ്ങളുടെ കൂടെ ഭാഗവതത്തിന് എന്ന് ചോദിച്ചു. അപ്പോ അങ്ങനെ ഒറ്റയ്ക്കൊന്നും പോയി ശീലമില്ല, ആരുടെയും കൂടെ പോയി ശീലമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി ചോദിച്ചപ്പോ അദ്ദേഹം സമ്മതിച്ചു. ഭഗവാന്റെ കഥകളല്ലേ, അതാണ് കേൾക്കേണ്ടത്, പൊയ്ക്കോളൂ എന്ന് സമ്മതിച്ചു. ജോലിക്ക് വിടാത്ത ആളാണ്, എങ്ങും ആരുടെയും കൂടെ വിടാത്ത ആളാണ്. പക്ഷെ ഈ ഭഗവാന്റെ കഥയ്ക്ക് തയ്യാറായി കഴിഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാണ്ടേ പറഞ്ഞു, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ എന്ന്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് TDM ഹാളില് നൊച്ചൂർ വെങ്കടരാമസ്വാമിയുടെ ഭാഗവതം കേൾക്കാനിടയായി. പിന്നെ അവിടെ നിന്നും അവരെല്ലാവരും പറഞ്ഞു, ഒരു ആചാര്യന്റെ കേട്ടാൽ പോരാ, പല ആചാര്യന്മാരും ഭഗവാന്റെ കഥകളെ നല്ല ഭംഗിയായിട്ട് രസകരമായിട്ട് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ വരുന്ന ഭാഗത്തിൽ പറഞ്ഞു തരുമെന്ന് കേട്ടപ്പോ പിന്നെ എനിക്ക് പൂർണ്ണത്രേശ്വരന്റെ അമ്പലത്തില് അമ്മിണി അമ്മയുടെ സപ്താഹത്തിനാണ് ഞാൻ ചേർത്തത്. എന്തിനു പറയുന്നു, അവിടെ വെറുതെ കേൾക്കാൻ പോയ ആളാണ് ഞാൻ. അവിടെ എന്നെ ഇരുത്തി ഒരധ്യായം പാരായണം ചെയ്യിപ്പിച്ചു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് ഞാൻ ഇന്ന് കാണുന്ന ഈ ആചാര്യ പദവിയിലേക്ക് അത്രയും പറയാൻ അർഹതയായിട്ടുണ്ടോ എന്നറിയില്ല, എന്നാലും ആ ഗുരുവായൂരപ്പൻ എന്നെ ഈ ലളിതാ സഹസ്രനാമം ജപിച്ച മാത്രയിൽ എനിക്ക് ഭഗവാനെ കിട്ടി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഭഗവാനെ കിട്ടാൻ വേണ്ടി രുക്മിണി ദേവി ഭഗവതിയെ ആശ്രയിച്ചു എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്.
പക്ഷെ ഞാനിതൊന്നും അറിയുന്നില്ല. ഭഗവതിയെ ആണ് ആശ്രയിക്കണ്ടേ എന്ന്. പക്ഷെ ഭഗവതിയെ ആശ്രയിച്ച് 6 മാസം ലളിതാ സഹസ്രനാമം ജപിച്ചപ്പോൾ എനിക്ക് കയ്യിൽ വെച്ച് തന്നത് ആ ഭഗവാന്റെ ഭാഗവത സ്വരൂപിയായ ഭഗവാനെയാണ്. ഞാൻ ഇന്നും ഇതാ ഈ വെട്ടിക്കാവിൽ അമ്പലത്തിൽ എല്ലാ മാസവും വന്ന് എനിക്ക് ഉപാസിക്കാനുള്ള അനുഗ്രഹം കൂടി ആ ദേവി തന്നെ അനുഗ്രഹിച്ചു തന്ന് ഇന്ന് സന്തോഷത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി ഒരാഗ്രഹവും ഇല്ലാതെ, എന്നാൽ എന്തൊക്കെ എപ്പോഴെല്ലാമോ ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം തന്നുകൊണ്ട് എന്നെ ഒരു എന്താ പറയാ ഒരു സന്തോഷ ജീവിതത്തിലേക്ക് എന്നെ നയിച്ചിരിക്കുന്നത് ആ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്ത അനുഗ്രഹിച്ച അമ്മയുടെ അനുഗ്രഹം തന്നെയാണ്. അതിൽ ആ അനുഗ്രഹം എനിക്കിതാ വെട്ടിക്കാവിൽ ഭഗവതിയുടെ ഇരുമ്പനത്തുള്ള വെട്ടിക്കാവ് ഭഗവതിയുടെ ക്ഷേത്രത്തില് ഉപാസിക്കുമാറാകട്ടെ. ഒരു 5-6 കൊല്ലമായിട്ട് എല്ലാ മാസവും വന്ന് ആ ഭഗവാന്റെ കഥ പാരായണം ചെയ്യാൻ അമ്മ തന്നെ എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയാം. ഇത് എങ്ങനെ സാധിച്ചു? അമ്മയുടെ കാരുണ്യം, അല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെ ആ അമ്മയുടെ കാരുണ്യം കിട്ടണമെങ്കിൽ വേറൊന്നും ചെയ്യേണ്ടതില്ല. ഭൗതികവും ആത്മീയതയുമായ ആ ഒരു അനുഗ്രഹം കിട്ടാൻ ലളിതാ സഹസ്രനാമത്തിൽ പരം വേറെ ഒരു സഹസ്രനാമം നമുക്ക് ലഭിക്കാനില്ല. ആ ഒരു ലളിതാ സഹസ്രനാമത്തെ ആശ്രയിച്ച് എല്ലാ ഭക്തജനങ്ങൾക്കും അവരുടെ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെല്ലാം അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു.